ഫാസിലിക്കയുടെ നാട്ടിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫാസിലിക്കയാണ്. പഞ്ചാബ് റെയിൽസിന്റെ അടുത്ത എപ്പിസോഡ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഫിറോസ്പൂർ വഴി ബട്ടിൻഡയിലേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോസ്റ്റർ ലോക്കോമോട്ടീവാണ് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടതല്ലേ, WDP-3A, ആ ലോക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് തിരിച്ച് ബട്ടിൻഡയ്ക്ക് പോവാ, ഫാസിൽക്ക ബട്ടിൻഡ പാസഞ്ചറായിട്ട്. ഫാസിൽക്ക ജംഗ്ഷൻ്റെ ബോർഡ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. അപ്പോൾ ടാറ്റ. നമുക്കിനി ഈ ലോക്കോ ചിലപ്പോൾ ഇനി കാണാൻ പറ്റത്തില്ല, കാരണം ഈ ലോക്കോ ഒന്നും അതിൽ നിന്നാണ് കാണത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ട ആ ഡെമോയിൽ പോയി കയറാം. ഇത് വരുന്ന ഫാസിൽക്കന്ന് ഫിറോസ്പൂർക്ക് പോകുന്നൊരു ഡെമോ ട്രെയിനാണ്. നമ്മളിത്ര ധൃതി പിടിച്ച് ഫാസിൽക്കന്ന് പോകാൻ കാര്യം ഇവിടെ നിന്ന് ഇനി 2 മണിക്ക് വണ്ടിയുള്ളൂ. അത് ഫിറോസ്പൂർ എത്തുമ്പോഴേക്കും 4:30 എനിക്ക് ബട്ടിൻഡയിലേക്കുള്ള വണ്ടി കിട്ടത്തില്ല. പിന്നെ രാത്രി 8 മണിക്ക് ഞാൻ ബട്ടിൻഡ ചെല്ലത്തുള്ളൂ. ഇത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് വേഗം പോകുന്നത്. കിടന്ന് നമ്മൾ ഫാസിൽക്കാരന് സ്ഥലം കണ്ടു. എന്തായാലും ഇതിൽ ഞങ്ങൾ പോയിട്ടുണ്ട് INB ട്രിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോയായിരുന്നു. നമ്മുടെ അവിടെ കാണുന്ന പോലത്തെ മെമു അല്ലെ ഡെമോ ട്രെയിൻ പോലത്തെ ഇവിടെ ഭയങ്കര വ്യത്യാസം കേട്ടോ. സീറ്റാണേലും എല്ലാം ഭയങ്കര ഡിഫറൻസാണ്. മറ്റേ ടോസ്റ്റർ ലോക്കോ റിവേഴ്സൽ അടിക്കുന്ന കണ്ടോ. നമ്മൾ വന്ന കറക്റ്റ് ടൈമിനാട്ടോ, നമുക്ക് വണ്ടി കറക്റ്റ് ടൈമിന് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെയൊക്കെ വന്നാൽ എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ഫാസിൽക്കന്ന് ഫിറോസ്പൂരിലേക്കുള്ള ലൈനാണ്. 88 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 2 മണിക്കൂർ എടുക്കും. ജലാലാബാദ് വഴിയാണ് പോകുന്നത്. നമ്മൾ പഞ്ചാബിൻ്റെ നോർത്തേൺ ഭാഗത്ത് പോയപ്പോൾ കൂടുതലും സിഖുകാരായിരുന്നു. പക്ഷേ ബട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും കൂടുതലും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഭാഗത്ത് വന്നപ്പോഴേക്കും മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ പല റീജിയനിലും പല മതത്തിൽപ്പെട്ട ആൾക്കാരാണുള്ളത്. സ്റ്റേഷൻ്റെ പേരുണ്ട് ലതുക്ക. ഒരു സൈഡിൽ മാത്രം പ്ലാറ്റ്ഫോം ഉള്ളൂ. ഏതോ ക്രോസിംഗ് സ്റ്റേഷൻ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ആൾക്കാരെ കുറേ പേര് ഇറങ്ങി. അവിടെ ഒരു സൈഡിൽ പ്ലാറ്റ്ഫോം ഇല്ല. ഇവിടെ വെയിലൊന്ന് താന്ന ഒട്ടനെ നല്ല തണുപ്പാണ്. നമ്മൾ ബാമണി വാലാൻ എന്നൊരു സ്റ്റേഷനെത്തിയിട്ട് പുറപ്പെടുവാണേ. ഈ ഫാസിൽക്ക ഫിറോസ്പൂർ റൂട്ടിലെ ഒരു മെയിൻ സ്ഥലമാണ് ഈ ജലാലാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് കച്ചറയാണ് കേട്ടോ. എവിടെ നോക്കിയാലും കച്ചറയാണ് ഈ പഞ്ചാബിൽ പലയിടത്തും, അറിയോ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടോ, DAV കോളേജ് ഹോൾട്ട് ജലാലാബാദ് എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ ഒരു കോളേജ് ഉണ്ട്, DAV കോളേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കോളേജിൽ പോകേണ്ട ആൾക്കാർക്ക് ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയായിരിക്കും. ഇതാണ് ജലാലാബാദ് എന്ന സ്ഥലം കേട്ടോ. ചെറിയൊരു സ്റ്റേഷൻ. ഇവിടെ എല്ലാം ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറും. ഫുള്ളാകും വണ്ടി. മറ്റേ ഡീസലിനും വെച്ച് പോയ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ഗുമ്മുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ല, ഒന്നും കേൾക്കുന്നില്ല, ശബ്ദമൊന്നും. അയ്യോ. ഒന്നുമില്ല കേട്ടോ റൂട്ടിൽ കാണാൻ വേണ്ടി. നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല. ഡോഡ് എന്നൊരു സ്റ്റേഷൻ നമ്മളിപ്പോൾ നമ്മൾ ഫിറോസ്പൂർ ഒരു 2 സ്റ്റേഷൻ കൂടെ കഴിയുമ്പോൾ എത്തും. ഒന്നുമില്ലാത്തതാണ് ഷൂട്ട് ചെയ്യാൻ. ഞാൻ ചുമ്മാ ട്രൈ ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യല്ലേ, ചുമ്മാ നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഒന്നുമില്ല, ഇത് തന്നെ പാടങ്ങൾ തന്നെ, വേറെ ഒന്നുമില്ല. ഉച്ചക്കത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇനി ഫിറോസ്പൂർ ഇട്ടത്തിൽ ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേണം അവിടെ ബട്ടിൻ്റെ ചിന്ത മലബാർ കിച്ചനെ പോയിടത്തേലും ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടി. വിശന്നിട്ട് വയ്യ. ഇവിടെ ഓടുന്ന ഡെമോ ട്രെയിനുകളിൽ ഒറ്റ ബാത്റൂം പോലും ഇല്ല. ഒന്ന് മൂത്രം ഒഴിക്കണല്ലേ ബാത്റൂം പോകണമെങ്കിൽ പെട്ടു പോകും കേട്ടോ. ഇവിടുത്തെ ഡെമോയിലൊക്കെ നിങ്ങൾ കയറുവാണെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇവിടെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഒരു ട്രാക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത് കാണാവേ. അത് ഈ ഹുസൈനിവാല നിന്നിവിടെ ഒരു ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞില്ല, പാകിസ്ഥാൻ ബോർഡർ. അങ്ങോട്ടേക്ക് പോകുന്ന ട്രാക്കായിരുന്നു. ആ ട്രാക്ക് പണ്ട് പാകിസ്ഥാനിലേക്ക് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു ട്രാക്കായിരുന്നു. പാകിസ്ഥാനിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഇല്ല, പക്ഷേ നമുക്ക് ട്രാക്ക് കാണാൻ പറ്റും. അതൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ട്രാക്ക് ഇപ്പോൾ ഈ സൈഡിൽ കൂടെ വരും. ഹുസൈനിവാല വഴി പാകിസ്ഥാനിലെ ഏതോ സ്ഥലത്തേക്കൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നു പണ്ട്. ഈ ഒരു ഫിറോസ്പൂർ എന്നൊക്കെ പോലെ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാക്ക്. ആ ഒരു ഹുസൈനിവാല എന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രാക്കാണ്. അപ്പോൾ ഇത് റൂട്ടൊക്കെ ഇലക്ട്രിഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു ഗുഡ്സ് ട്രെയിൻ വല്ലതും പോകുന്നുണ്ടാവും. അല്ലാത്ത ട്രെയിൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
ഗുഡ്സ് ട്രെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ മിലിറ്ററി മൂവ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫിറോസ്പൂർ സിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനെത്താറായ ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റ് മുമ്പുള്ളതാണ്. നമ്മൾ മറ്റേ ലൈനിൽ കൂടെ വന്നപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഷൻ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഈ ഫാസിൽക്ക ലൈനിലാണ് ആ സ്റ്റേഷൻ ഉള്ളത്, ഫിറോസ്പൂർ സിറ്റി. ഫിറോസ്പൂർ സിറ്റി പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുള്ള കുറച്ച് സിറ്റി ഇത് മാറിയ വണ്ടികൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റിൽ ചെയ്യുന്നത്, കാരണം അവിടെ നിന്നാണ് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫിറോസ്പൂരിൽ വന്ന വണ്ടിയുടെ ലോക്കോസാന്ന് തോന്നുന്നു ഇട്ടേക്കണം കേട്ടോ. 3:10 നമ്മളാണ്ട് ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെത്തിയേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വണ്ടി ഉള്ളത് 4:30-ക്കാണ്. 4:30-ക്ക് മറ്റേ ജമ്മു തവി ഗാന്ധിനഗർ ആ വണ്ടി ഉണ്ടല്ലോ, അതേ ഉള്ളൂ. പിന്നെ 5:05-ക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. പക്ഷേ ആ 4:00-ക്ക് വരുന്ന വണ്ടി ലേറ്റാണ്. നോക്കട്ടെ അത് ഓൺ ടൈമാണ് അല്ലെങ്കിൽ എങ്ങനെയും കയറി പോവാം. ഇവിടെ എന്തെങ്കിലും പുറത്ത് ചായ എന്തെങ്കിലും കഴിക്കാൻ കണ്ടു വിശന്നിട്ട് അയ്യോ വയറ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത്, വിശന്നിട്ട് വയ്യ. ഇവിടെ അങ്ങ് ഒരു കുന്തവും കിട്ടത്തില്ല കേട്ടോ, ഒരു കുന്തവും ഇല്ല ഇവിടെ. ഇവിടെ കപ്പലണ്ടി വറുത്ത അത് ഇതൊക്കെ ഉള്ളൂ. പെട്ടുപോയി. സൊമാറ്റോ ഉണ്ട് ഇവിടെ, സൊമാറ്റോ കൂടെ ഞാനൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി എടുത്തിട്ട്. അതെങ്കിലും കിട്ടിയാൽ മതി. എന്തൊരു കഷ്ടം. അതേവേ ഞാൻ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത ബർഗർ എത്തി ഗൈസ്. ഇവിടെ ഫിറോസ്പൂരിലൊക്കെ സൊമാറ്റോ ഉള്ള വലിയ കാര്യമാണ്. നല്ല സാധനം കേട്ടോ. ഞാൻ നല്ല അടിപൊളി വലിയ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഫിറോസ്പൂർ സ്റ്റേഷന് പുറത്തെ ഇവിടെ ഒരു പഴയ ഒരു നാരോ ഗേജ് ഡീസലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ZDM3 എന്നും പറഞ്ഞുകൊണ്ട്. കൊള്ളാമല്ലേ, ഇത് ഇവിടെ എങ്ങാണ്ട് ഓടിക്കൊണ്ടിരുന്ന സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മറ്റേ ജമ്മു തവി ഗാന്ധിനഗർ ക്യാപിറ്റൽ എക്സ്പ്രസ്സിന് പോകാൻ തീരുമാനിച്ചു. അതിന് കറണ്ട് ബുക്കിംഗ് ഒരു 2 സീറ്റ് ഉണ്ടായിരുന്നു, ഒരു സീറ്റ് എനിക്ക് കിട്ടി. അത് ജനറൽ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരിക്കും ആ വണ്ടിക്ക്. അതുകൊണ്ട് അതുമല്ല മതിയായി, ടയേർഡായിപ്പോയി. പിന്നെ ഇന്നലെ ഉറക്കമൊന്നും ശരിയായില്ല. അപ്പോൾ ആ സ്ലീപ്പറിന് കയറി പോവാം. സീറ്റ് നമ്പർ 6 എന്തോ കിട്ടി, അപ്പുറപ്പുറത്തൊക്കെ ഉണ്ട് നോക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗംഗാ സത്ലജ് എക്സ്പ്രസ് കേട്ടോ. ധൻബാദ് ഫിറോസ്പൂർ ധൻബാദ് കണ്ടോ, നമ്മൾ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൻ്റെ അതേ സെയിം പോലത്തെ നെയിം ബോർഡാണ് കേട്ടോ, അടിപൊളി. ഇതാണ് ഗംഗാ സത്ലജ് എക്സ്പ്രസ്. നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിക്ക് ഇവിടെ ലോക്കോ റിവേഴ്സലുണ്ടേ. അപ്പോൾ അത് സമയം എടുക്കും, എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. വണ്ടി കുറച്ച് ലേറ്റുമാണ്. എന്തായാലും നമ്മളൊരു 6:30 7 മണിക്കുള്ളിൽ എന്തായാലും ഇവിടെ എത്തും, ബട്ടിൻ്റെയിലെത്തും. നമ്മളാണ്ട് ഈ വണ്ടിക്കാണ് പോകുന്നത്, ടു ബട്ടിൻഡ. ഇതിൻ്റെ ജനറൽ കണ്ടോ, ഞാനതാണ് ഇതിൽ ജനറലി കയറാത്ത കണ്ടോ. ഇങ്ങനെ തൂങ്ങി നിന്ന ആള്. സ്ലീപ്പറിൽ ഇനി എന്താണോ അവസ്ഥ എന്ന് എനിക്കറിയാൻ പാടില്ല. അടിപൊളി കണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ജനറലി കയറിയാൽ പെട്ടുപോകും. ഒന്നാമത് എൻ്റെ ഈ വലിയ ഭാഗം വെച്ചോണ്ടേ ഒരു പരിപാടി നടക്കൂല. കൊള്ളാം എന്തായാലും. AC-ക്ക് തൊട്ടടുത്തുള്ള കോച്ചാണ് എൻ്റെ S1. ഇതുണ്ട്, ഇവിടെയാണ് നമ്മുടെ സീറ്റുള്ളത്. നമ്മുടെ ഗൗതം ബ്രോ ഇല്ലേ, നമ്മളവിടെ കാങ്കടവാരി റെയിൽവേ ആണ്. പുള്ളിയോടെ ചോദിച്ചാൽ ഇതിൽ തിരക്കുണ്ടാവും ബ്രോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ടാണ് കറണ്ട് ബുക്കിംഗ് എടുത്തത്. എന്തായാലും എടുത്ത കാര്യമായി. ബട്ടിൻ്റെ വരെ 2 മണിക്കൂർ ദൂരമുണ്ട്, പെട്ടുപോയനെ. ഇതിനകത്താണ് നമ്മുടെ സീറ്റുള്ളത്. വലിയ ആളൊന്നും ഇല്ല, റിസർവ്ഡ് ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കോച്ച്, 2007 പണിതൊരു കോച്ചാണ്, പഴയ കോച്ചാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് AC ആയതുകൊണ്ട് വലിയ ആളൊന്നും ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വണ്ടി ജമ്മു തവിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത വണ്ടിയായിരുന്നു, പക്ഷേ ഇത് പട്ടാൻകോട്ട് വരെയാണ് ഇപ്പോൾ ഓടുന്നത്. കാരണം ജമ്മു തവിയിൽ പ്ലാറ്റ്ഫോം വർക്ക് നടക്കുന്ന കാരണം ഇപ്പോൾ പട്ടാൻകോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡേ ഫുള്ള് കവർ ചെയ്ത് ഓടുന്ന വണ്ടിയായതുകൊണ്ട് ഡേ ടൈമിൽ നമ്മുടെ ഈ ചെന്നൈക്ക് ഗുരുവായൂർ പോലെ ഡേ ടൈമിൽ കയറുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കേട്ടോ. ഓവർനൈറ്റ് കുറവാണെങ്കിലും ഓവർനൈറ്റ് ഉണ്ട്, ഡേ ടൈമിലാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്ക് എവിടെ നോക്കിയാൽ ഇടയ്ക്കൊന്നൊക്കെ എങ്ങോട്ട് നോക്കിയാലും കറണ്ട് ബുക്കിംഗ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും എന്താണ്ട് ഈ കാണുന്ന ഈ ഹനുമാൻഗഡ് ഫിറോസ്പൂർ വണ്ടിയിൽ വരാനാണ് പ്ലാൻ ചെയ്തത്. അതെന്തായാലും വരാനുണ്ട്, കാരണം അത് വന്ന് കയറിയത് നമ്മുടെ വണ്ടിക്ക് സിഗ്നലായി കേട്ടോ, തന്നെ വിടുകയും ചെയ്തു കേട്ടോ. ജസ്റ്റ് മിസ് എന്നൊക്കെ പറയത്തില്ല, അതായത് ഈ വണ്ടിയാണ് ഇനി വൈകിട്ട് ബട്ടിൻഡ പാസഞ്ചറായിട്ട് ഫിറോസ്പൂറിന് പോകുന്നത്. ഇവിടെ നമ്മൾ ബട്ടിൻഡ പോകുന്ന നമ്മളെ കഴിഞ്ഞ ദിവസം ഫിറോസ്പൂർ ബട്ടിൻഡ പോയ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ, വേറെ റൂട്ടൊന്നുമല്ല, സെയിം റൂട്ട് തന്നെയാണ്. രണ്ട് റോസ ഷെഡിൻ്റെ ഒരു WDG4G ലോഗോ കിടക്കുന്നുണ്ടോ.
ഈ വണ്ടി വന്ന റൂട്ടാണ്, അതായത് ലോഹിയാൻ കാസ് ആ വഴിയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ, ലോഹിയാൻ കാസ് ജലന്ധർ വഴി, ആ വഴിയാണ് ഈ വണ്ടി വന്നത്. ആ വണ്ടി ഇവിടെ വന്ന് റിവേഴ്സ് അടിച്ചിട്ടാണ് ഇപ്പം ഭട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഈ വണ്ടി വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്, വെരാവൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ വെരാവലിന് ഇത് നേരെ ഗാന്ധിനഗർ പോകും, ഗാന്ധിനഗറിൽ നിന്ന് ഇത് ജമ്മു താവിക്ക് വരും, ജമ്മു താവിനും പഗഡ് കി കോട്ടി പോകും, പഗഡ് കി കോട്ടിനും ജമ്മു താവി വരും, ജമ്മു താവയിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന പോലെ വീണ്ടും ഗാന്ധിനഗർ പോകും, ഗാന്ധിനഗറിൽ നിന്ന് വേരാവൽ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഷെയറിങ് വരുന്നത് പോലെ, വലിയ റേറ്റ് ഷെയറിങ്ങാണ്, നമ്മൾ മറ്റേ സർക്കാർ എക്സ്പ്രസ് കണ്ട പോലെ. ലേറ്റ് ആണ് കേട്ടോ, നമ്മൾ ഇവിടെ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭട്ടിൻഡയിൽ ഇതിലായിട്ടും എത്തിയിട്ടില്ല, ഇപ്പം എത്തും കേട്ടോ. നമ്മൾ ബട്ടിൻഡ അതേണ്ട ഔട്ടറിലെത്തി നമ്മൾ കേട്ടോ. ബട്ടിൻഡ സ്റ്റേഷൻ എടുക്കാറായി. ഇവിടെ തോന്നുന്നു ബട്ടിൻഡയുടെ വണ്ടികളൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്ന സ്ഥലം, കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അവിടെ. നമ്മൾ രാവിലെ കണ്ട ആ ലോക്കോ അല്ലേ അത്, അതാണോ? അല്ല ഇത് വേറെ കേട്ടോ, ഇത് വേറെ പേരുള്ളതാ. എന്തോ കളർഫുൾ ലോക്കോസ് അല്ലേ ഇത്. ഭട്ടിൻഡ ദില്ലി എക്സ്പ്രസ് ആണ് കേട്ടോ പോകുന്നത്. ഇത് കണ്ടിട്ട് ഇമ്പോർട്ട് ചെയ്ത P5 ആണെന്ന് തോന്നുന്നല്ലോ, അതേപോലെ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. അത് ഈ 3000 വെച്ച് തുടങ്ങുന്ന നമ്പറൊക്കെയുള്ള P5 ഒക്കെ ഇമ്പോർട്ടഡാണ്. ഈ കിടക്കുന്ന നമ്മുടെ വണ്ടിയായിട്ട് റേറ്റ് വണ്ടിയാണ്, പഗഡ് കി കോട്ടി ജമ്മു തവി. നമ്മൾ 6:45 ഇവിടെ ഭട്ടിൻഡ വന്നു. ഈ വണ്ടിയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ കയറുന്നുണ്ട്. മീൻസ് ഇത് രാവിലെ ഈ മാർവാഡ് പിന്നെ ഈ രാജസ്ഥാൻ്റെ പല ഭാഗത്തേക്ക് അഹമ്മദാബാദൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ ഈ വണ്ടിയിൽ ഇപ്പോൾ കയറുന്നുണ്ട്. ഇവിടെ ലൈവായിട്ട് ചോള ഭട്ടൂരൊക്കെ വറുത്ത് കൊടുക്കുന്നുണ്ട്, ലൈവ് കിച്ചണല്ല. നമ്മൾ ഇതിൻ്റെ ജനറൽ വലുന്ന വലിയ കാര്യം കേട്ടോ. എനിക്ക് ഇടി കണ്ടോ, കയറുന്ന പോലില്ല ആൾക്കാർ, അമ്മാതിരി ഇടിയാ. ഈ ഭട്ടിൻഡ എന്ന് പറഞ്ഞ സ്ഥലമേ ബാക്കിയുള്ള പഞ്ചാബിലെ സ്ഥലം വെച്ച് ഞാൻ ഇത്രയും ദിവസം നോക്കിയപ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, അത്യാവശ്യം വൃത്തിയുണ്ട്, നല്ല റോഡാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ഭട്ടിൻഡയിൽ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലാണ്, ഹോട്ടൽ സൺസിറ്റി എക്സ്റ്റൻഷൻ. കണ്ടിട്ട് ഭയങ്കര സംഭവം തോന്നുന്നു, നോക്കാം. ഇതാണ് നമ്മൾ ഭട്ടിൻഡ താമസിക്കുന്ന മുറി. ഇത് എനിക്ക് 1400 രൂപ കിട്ടിയത്, നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇനി പോയി കേരള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം. അയ്യോ, ഭക്ഷണം കഴിക്കണം, ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇവിടുത്തെ കേരള സ്റ്റോറും മലബാർ കിച്ചനൊക്കെ. അപ്പോൾ ഇവിടെ കേരളത്തിലെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ചക്ക വരെ പുല്ലി വെച്ചേക്കുന്നത് കേട്ടോ, അടിപൊളി. അവർക്ക് പോകാൻ നേരത്തെ കുറയ്ക്കാൻ എന്തെങ്കിലും ചിപ്സ് വല്ലതും കിട്ടും നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കേരള സ്റ്റോർ. അപ്പോൾ ബിജിച്ചേട്ടനാണ് ഈ കട അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ? ഞാനിവിടെ 6 വർഷത്തോളായി. 6 വർഷമായിട്ടുണ്ട് കട. ഇവിടെ ഒരു കേരള സ്റ്റോർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഇവിടെ എത്ര മലയാളികളുണ്ട്? അപ്പോ മലയാളികള് ആർമി ബേസ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ആണല്ലേ? ഞാൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് അച്ചപ്പവും മിച്ചറും ഒക്കെ മേടിച്ചു കേട്ടോ. ഇത്ര ദിവസമായി നാട്ടിൽ ഇറക്കിയിട്ടാണ്, ഭയങ്കര മിസ്സിങ്. കൊള്ളാം കേട്ടോ, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ ചിപ്സും പിന്നെ നാട്ടിലത്തെ ഐറ്റംസും എല്ലാം കിട്ടും ഇവിടെ. ഞാൻ ഇവിടെ മലബാർ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞേ, ഇവിടെ കിട്ടാത്ത ഐറ്റം ഒന്നുമില്ല കേട്ടോ, എല്ലാം കിട്ടും. നമ്മുടെ നോൺ വെജിലാണെങ്കിൽ ബിരിയാണി പിന്നെ ഫിഷ് ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ അൽഫാം പറഞ്ഞു, ഇവിടെ അൽഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അൽഫാം പറഞ്ഞിട്ടുണ്ട്, അൽഫാം വരും. ഇപ്പോൾ ഷവർമ്മ വരെ കിട്ടും, ഷവർമ്മ, മന്തി. ഊഫ്, എനിക്ക് വയ്യ. നല്ല അടിപൊളി ചൂട് അൽഫാം വെണ്ണൊക്കെ കൊണ്ട് വെച്ചേക്കുന്ന കണ്ടോ മോനെ, കിട്ടില്ല അമ്മേ. അതിൻ്റെ ഇവിടെ നല്ല പൊറോട്ടയും അടിപൊളി, ഒന്നും പറയില്ല, സെറ്റ് ഐറ്റം. അപ്പോൾ നമ്മൾ കേരള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഇപ്പോൾ തിരിച്ച് റൂമിൽ വന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴേ, നമ്മുടെ കേരള സ്റ്റോറിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നായിരുന്നു. ആ ചേട്ടൻ ഇവിടെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് സൺസിറ്റി എന്നാണ്. അപ്പോൾ ഈ സൺസിറ്റി കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തൊരു ഹോട്ടലുണ്ട് സൺസിറ്റി ക്ലാസിക് എന്നാണ്. അവിടുത്തെ ജനറൽ മാനേജറായിരുന്നു. പുള്ളി മലയാളിയാണ്. പുള്ളി ഏകദേശം ഒരു 10-35 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. പോരെ, പുള്ളി ഇവിടെയാണ് ജോലി മെയിനായിട്ട്. പത്തനംതിട്ട ഞങ്ങളുടെ സീരത്തോടുകാരനാണ്. അപ്പോൾ പുള്ളി അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ഭട്ടിൻ്റെ ആയാലും വരുവാണെങ്കിൽ ഈ ഫുഡ് സ്പോട്ട് എന്തായാലും പോകണം, നിങ്ങൾക്ക് നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടും. അപ്പോൾ നമ്മളെ പഞ്ചാബ് ഓൺ റെയിൽസ് അങ്ങനെ ഇവിടെ തീരുകയാണ്. ഇനി തിരിച്ചുള്ള യാത്രയാണ്. നമ്മളിനി ഒരു വീഡിയോ കൊണ്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ ഭട്ടിൻ്റെ ശ്രീഗംഗാനഗർ പോകും, പാകിസ്ഥാൻ വഴി, പാകിസ്ഥാൻ ബോർഡർ വഴി. പാകിസ്ഥാൻ ബോർഡറിന് തൊട്ടടുത്തുള്ള, നമ്മൾ പാകിസ്ഥാൻ ബോർഡർ കാണാൻ പറ്റുന്ന പറയുന്നത് ഹിന്ദുമൽ കോട്ട എന്ന സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ ഹിന്ദുമൽ കോട്ട വഴിയാണ് നമ്മൾ ഗംഗാനഗറിലേക്ക് പോകുന്നത്.
അപ്പോൾ ബട്ടിൻ്റെ രാവിലെ ഗംഗാനഗർക്ക് പോകുന്നൊരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ രാവിലെ ഗംഗാനഗർ പോകുന്നത്. അപ്പോൾ ബട്ടിന്ന ഗംഗാനഗർ പാസഞ്ചറിന്റെ വീഡിയോ പിന്നെ നമ്മുടെ ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് ഓൺ റെയിൽ സീരീസ് ഒക്കെ ചിലർക്ക് ബോറടിച്ച് കാണും, ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ഏത് എപ്പിസോഡാണ് ഈ പഞ്ചാബിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ദിവസം ബട്ടിന്ന ഗംഗാനഗർ പാസഞ്ചറിന്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.